സുഹൃത്തുക്കളെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് പോകുന്ന പ്ലാൻ ചെയ്തു. ഇതേണ്ട അവിടെ നിന്ന് ഒരാൾ ഓടി വരുന്നുണ്ട്. ഇറ്റ്സ് റെയിനിങ് മാൻ, ഇറ്റ്സ് റെയിനിങ്. This is the point. Warning. I love Kinnar. ഇവിടുത്തെ തിരക്കൊന്ന് ഒഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒന്ന് കുറച്ച് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാൽപ്പ എന്ന് പറയും, ഹിമാചൽ പ്രദേശിലെ കാൽപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോയിൽ ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം. കിന്നർ കൈലാഷ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ് ഞാൻ താമസിക്കുന്നത്. കിന്നർ കൈലാഷ് ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ കാൽപ്പ എന്ന് പറയുന്ന വില്ലേജ് വന്നിട്ട് അവിടുന്ന് പിന്നെ 7 കിലോമീറ്റർ ഹിൽ സ്റ്റേഷനാണ്. ആ ഹിൽ സ്റ്റേഷൻ കയറിയാണ് ഞങ്ങൾക്ക് മേലെ വന്നിരിക്കുന്നത്. എന്താ എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ പുറകിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എല്ലാം കാണുന്ന പുറകിലും എല്ലാം കാണുന്ന ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിളിൻ്റെ സീസൺ ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ നമുക്കതിനകത്ത് നിന്ന് ആപ്പിളൊന്നും കിട്ടത്തില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്, ശിവൻ്റെ ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞ് ഈ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ നമുക്ക് രാവിലെ അവിടുന്ന് സൂര്യകിരണങ്ങൾ വന്ന് വീഴുന്ന നല്ല ദർശനമായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഫുൾ ഫോഗാണ്, ഒന്നും കിടക്കുന്നത് മാത്രമേ കാണൂ. അത് 365 ഡേയ്സും അങ്ങനെ തന്നെയാണ്. അവിടെ എപ്പോഴും മഞ്ഞ് കാണും. ആ മലമുകളിൽ ശരിക്കും ട്രക്കിങ്ങിന് ആൾക്കാർ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇവിടെ 2-3 സ്പെഷ്യൽ പോയിന്റ്സ് ഉണ്ടെന്ന്. ആക്ച്വലി ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്നലെ എൻ്റെ ഗോപ്രോ സ്റ്റക്കായി പോയി. ഞാൻ അവിടുന്ന് നമ്മൾ കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നല്ലോ. അത് കഴിഞ്ഞ് കുറേ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോപ്രോ സ്റ്റക്കായി. പിന്നെ അത് അഴിച്ചൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും കുറേ സമയമായി. അപ്പോഴത്തേക്ക് ഇരുട്ടായി. നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ അതുപോലെ നമ്മുടെ വണ്ടി തന്നെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് കാൽപ്പയിലൊന്ന് കറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണുക. പിന്നെ കണ്ടോ ഇവിടുത്തെ ഡോഗ്സിനെ കണ്ടോ എന്താ ഭംഗിയെന്ന്. ഇവർക്ക് പക്ഷെ ഭയങ്കര പേടിയാണ് നമ്മളെ. ഭംഗി കണ്ടോ, ഭംഗി. ഈ ഭംഗി കാണാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ വരുന്നത്. ഈ മലയുടെ അപ്പുറത്ത് ചൈനയാണെന്നാണ് മാപ്പ് പറയുന്നത്. ഈ റൂമാണ് നമ്മളുടേത്. ഈ കാണുന്ന റൂമാണ് നമുക്ക്. പിന്നെ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഷാംഗ്ല, സാറാൻ, രാംപൂർ, ഷിംല, പിന്നെ എയർപോർട്ട് 263 കിലോമീറ്റർ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അഗെയിൻ ചെറിയൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ബൈക്കിൽ പോകാൻ പ്ലാൻ ചെയ്തതാണ്. അത് മാറ്റിയിട്ട് ഞങ്ങളിപ്പം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂസ് വരുന്നു. എന്താണെന്നറിയോ, എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. പണ്ട് എക്സസൈസൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ പ്ലാൻ ചേഞ്ച് വരുത്തി ബൈക്ക് വേണ്ട നടന്നു പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ എന്തായെന്നറിയോ, മഴ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല, എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് ദൂരം പോയി നോക്കാം എങ്ങനെയുണ്ട് മഴയെന്ന്. മഴ കൂടുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും. മഴ സീനില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ദൂരം പോയി കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് വരും. നിങ്ങൾ കണ്ടോ എൻ്റെ പുറകിലുള്ള വ്യൂസ് നോക്ക്. എന്ന് വിചാരിച്ച ഇൻസ്റ്റാ 360 അതും എടുത്തില്ല. ഈ മഴയത്ത് എന്ത് 360 അല്ലയോ. ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ നേരത്തെ തന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കാൽപ്പ എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് 7 കിലോമീറ്റർ ഞങ്ങൾ മുകളിലേക്ക് വന്നതാണ്. പക്ഷേ അങ്ങനല്ല. രക്കോങ് പിയോയിൽ നിന്ന് 7 കിലോമീറ്റേഴ്സ് മുകളിൽ വന്നാണ് കാൽപ്പയിൽ ഞങ്ങൾ റൂം എടുത്തത്. അത് ജസ്റ്റ് എനിക്കൊരു മിസ്റ്റേക്ക് വന്നതാണ്. അത് ഞാനിപ്പോൾ ഇവിടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്നവർ രക്കോങ് പിയോയിൽ നിൽക്കരുത്, നേരെ കാൽപ്പയിൽ വരിക. കാൽപ്പയിൽ വന്നിട്ട് ഇവിടെ റൂം എടുക്കുക. ഓക്കെ, ഞങ്ങൾ വീണ്ടും പ്ലാൻ ചെയ്തു ബൈക്ക് എടുത്താലോ എന്ന്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കണം. 15 മിനിറ്റ് നടന്നാലാണ് നമുക്ക് ഇവിടുത്തെ അഡ്വഞ്ചർ പോയിന്റ് വരിക. എന്തായാലും വിചാരിച്ച് നടന്നേക്കാം, കുറച്ച് സ്റ്റാമിനയൊക്കെ വരട്ടെ. ഇനി അങ്ങോട്ട് ഒരു 30-35 ഡേയ്സ് ഇനി ഞങ്ങൾക്ക് ട്രാവലുണ്ട്. അപ്പോൾ സ്റ്റാമിന കൂട്ടി വയ്ക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് പോയി വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മഴ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ നൈസായിട്ട് പോയി വീഡിയോ എടുത്ത് അവിടെയൊക്കെ കണ്ടിട്ട് വരും. ഇവിടെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ആപ്രിക്കോട്ടാണ് കേട്ടോ. ഇതിനകത്ത് ചെറുതായിട്ട് അതിൻ്റെ കായ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ലഡാക്ക് ട്രിപ്പ് പോയ സമയത്തെ എവിടെയായിരുന്നു
ഒരു മൊണസ്ട്രി, ലമേരു മൊണസ്ട്രിയിൽ ഇതുപോലെ എനിക്ക് ചെറിയ കായ കിട്ടിയിരുന്നു. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ആപ്രിക്കോട്ടാണ് ആ കാണുന്നത്. ഇവരുടെ മെയിൻ വരുമാനം ഇതൊക്കെ ഇല്ലയോ, കൃഷിയാണല്ലോ ഇവിടെ കംപ്ലീറ്റ്. ബാക്കി പിന്നെ ആപ്പിളിൻ്റെ മരങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ സീസൺ ആയിട്ടില്ല. സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വരാം. വീണ്ടും വന്നിട്ട് നമുക്ക് ആപ്പിൾ കടിച്ച് തിന്നാം. പിന്നെ കുറച്ച് കൊണ്ടുവന്ന് ഞാൻ എല്ലാവർക്കും തരാം. ഒരു ചെറിയൊരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇത് എന്തായി നിൽക്കുന്നത് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണം. നല്ലൊരു 8ൻ്റെ പണി കിട്ടി. 8ൻ്റെ പണി എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ വലിയ ദൂരമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നു തുടങ്ങി. നടന്ന് ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു. പക്ഷേ സൂയിസൈഡ് പോയിന്റ് മാത്രം കണ്ടില്ല. ഞങ്ങൾ കുറച്ച് ആടുകളെ നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഇവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ടൈം പാസ് ആകുമല്ലോ, നിങ്ങൾക്ക് കാണാനും ഒരു രസം കാണും. സോറി, ഇന്നലെ ഇല്ല, ഇന്ന് ഇച്ചിരി മുന്നേ ഞങ്ങൾ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോയില്ലേ, ഒരു സൂയിസൈഡൽ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നല്ലോ. പോയി തേപ്പ് കിട്ടി തിരിച്ചോടി വന്നല്ലോ. ആ വരവ് വന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങളിപ്പോൾ പോവാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരവാ. ആ വരവ് പിന്നെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഒരു ദിവസം കൂടെ സ്റ്റേ അടിച്ചു. അതല്ലേ നല്ലേ? ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ. നല്ല തണുപ്പുണ്ട് കേട്ടോ, എന്നൊരു സുഖമുണ്ട്. ഇപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഞങ്ങളൊരു വീട് ഇന്നലെ ഒരു ഹോം സ്റ്റേ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി നോക്കി വെച്ചിരുന്നു. കാരണം അവിടെ ഇനിയിപ്പം സ്റ്റേ അടിച്ചിട്ട് ഞങ്ങൾ നിന്ന ഹോട്ടലിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ഹോട്ടലിലോട്ട് മാറി നിന്ന് ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കറങ്ങി എടുക്കാൻ പിക്കൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനിടയ്ക്ക് ഹിമാചലിൽ മേഘ വിസ്ഫോടനമൊക്കെ ഉണ്ടായെന്ന് പറയുന്നു. ഹിമാചലാണിതും, പക്ഷേ നമുക്ക് ഇവിടെങ്ങും പ്രശ്നമൊന്നുമില്ല. നമ്മൾ നല്ല സേഫാണ്. ഓ മൈ ഗോഡ്,
കൂടി നിന്ന ആ സ്ഥലമായിരുന്നു സൂയിസൈഡ് പോയിന്റ്. അതാണ് ഐ ലവ് കിന്നാർ എഴുതിയിട്ട് അവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് എ പോയിന്റ്.